നമസ്കാരം. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുമ്പോഴും അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്. ഇറാൻ്റെ ആണവ നിലയങ്ങൾ പൂർണ്ണമായും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നശിപ്പിച്ചോ എന്ന്. ഇക്കാര്യത്തിൽ പല അവകാശവാദങ്ങളും ഉയരുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും പറയുന്നത് തങ്ങൾ അവരുടെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കി അവരുടെ ആണവ നിലയങ്ങൾ തകർത്തു എന്നാണ്. എന്നാൽ ഇറാനാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല. അതേസമയം ഇതിനെക്കുറിച്ച് പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ഡെയിലി മെയിൽ ഒരു അന്വേഷണ പരമ്പര നടത്തിയിരുന്നു. ഈ മേഖലയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ വളരെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പരീക്ഷണം നടത്തി നോക്കിയത്. കാരണം ആരുടെ അവകാശവാദമാണ് ശരി എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഈ ഒരു അന്വേഷണം നടന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാന് നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ അന്ന് നതാൻസ് ഈ ആണവ നിലയത്തിനെതിരെ അവർ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് ഈ ആണവ നിലയം പൂർണ്ണമായും തകർന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ആർക്കും ഒരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാൻ പറഞ്ഞത് തങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന്. കൂടാതെ തകർന്ന ആണവ നിലയങ്ങളുടെ പുനർനിർമ്മാണം അതിവേഗത്തിൽ തന്നെ ഇറാൻ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആണവ നിലയങ്ങളുടെ മുൻവശത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള കോൺക്രീറ്റ് മതിലുകളും മറ്റും കെട്ടിയുയർത്തി പുറമേ നിന്നുള്ള ചിത്രങ്ങൾ ആരും പകർത്താതിരിക്കാനൊക്കെ എല്ലാവിധ ശ്രമങ്ങളും ഇറാൻ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോടും ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നത്. ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ആദ്യം തകർക്കേണ്ടത് അവരുടെ ആണവ നിലയങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഈ നതാൻസ് ആണവ നിലയം ആക്രമിച്ചത്. അന്ന് തന്നെയാണ് അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയും വധിക്കപ്പെട്ടത്. അദ്ദേഹത്തോടൊപ്പം നിരവധി സൈനിക മേധാവികളും കൊല്ലപ്പെട്ടിരുന്നു. ഈ നതാൻസ് ആണവ നിലയത്തിന് നേർക്ക് ആക്രമണം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം നതാൻസ് തന്നെയായിരുന്നു. ഇവിടെ വെച്ചാണ് ഇവർ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരത്തെ വിവരം ലഭിച്ചിരുന്നത്. അപ്പോൾ ഏതായാലും ഡെയിലി മെയിൽ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരുന്നു. മാർച്ച് 2-ാം തീയതിയിലെ ഉപഗ്രഹ ദൃശ്യങ്ങളാണ് അവർ വളരെ വിശകലനം ചെയ്ത് പരിശോധിച്ചത്. അവരുടെ നിരീക്ഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി. ഈ നതാൻസ് ആണവ നിലയത്തിന് ചുറ്റുമുള്ള വഴിയും അവിടെ കിടന്ന വാഹനങ്ങളും കെട്ടിടങ്ങളും എല്ലാം തന്നെ മണ്ണോട് ചേർന്നിരിക്കുന്നു എന്നാണ്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. നതാൻസ് ആണവ നിലയത്തിന് നേർക്ക് ഇവർ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ അവിടെ സൂക്ഷിച്ചിരുന്ന യുറേനിയം ഉൾപ്പെടെയുള്ള മറ്റ് അപൂർവ വസ്തുക്കൾ, അതായത് ആണവായുധം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഇറാൻ അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു എന്നുള്ള സംശയം നേരത്തെ ഉയർന്നിരുന്നു. അങ്ങനെ അല്ല എങ്കിൽ വലിയ തോതിലുള്ള ആണവ വികിരണം ഈ ആക്രമണത്തിൻ്റെ ഫലമായി ആ മേഖലയിലാകെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അവിടെ നിന്ന് അവർ മാറ്റിയതെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അതെവിടെയാണ് ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അധികകാലം പിടിച്ചേൽക്കാൻ കഴിയുകയില്ല ഇസ്രായേലിനും അമേരിക്കയുടെയും ഒപ്പം എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ തങ്ങളുടെ ആണവ നിലയങ്ങളുടെ ഉൾഭാഗങ്ങളിലുള്ള പല പ്രധാനപ്പെട്ട വസ്തുക്കളും അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞത് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസത്തോളം ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയിരുന്നുവെങ്കിൽ പോലും ഈ നതാൻസ് ആണവ നിലയം പൂർണ്ണമായും തകർക്കണം എന്നുള്ള ട്രംപിൻ്റെ നിർദ്ദേശം അന്ന് പാലിക്കപ്പെട്ടോ എന്നുള്ള സംശയവും അമേരിക്കൻ ഭരണകൂടം നേരത്തെ പുറപ്പെടുവിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസമാണ് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയത്. പക്ഷേ അന്നൊന്നും തന്നെ ഈ നതാൻസ് ആണവ നിലയം പൂർണ്ണമായും തകർന്നു, അതിനുള്ളിൽ യുറേനിയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നുമുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും അന്ന് ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ അവർ പുനർനിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മേഖല ആകെ തന്നെ നശിപ്പിക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയത്. ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് പർവ്വത മേഖലകളിലാണ്, വലിയ മലനിരകളിലുമൊക്കെയാണ്. അവിടെ തന്നെ ഭൂമിക്കടിയിൽ വലിയ തോതിൽ വലിയ ആഴത്തിൽ ഭൂഗർഭ അറകൾ ഉണ്ടാക്കി അതിനുള്ളിലാണ് ഈ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അമേരിക്ക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടേക്ക് ആക്രമണം നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ വലിയ തോതിലുള്ള ആൾനാശവും അന്ന് സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം മുൻകൂട്ടി ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നഷ്ടം തന്നെയാണ് യുദ്ധത്തിലൂടെ ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് ഡെയിലി മെയിൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ആണവ വിദഗ്ധന്മാരുമായും ഈ പാശ്ചാത്യ മാധ്യമം നടത്തിയ അഭിമുഖങ്ങളിലൂടെയൊക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം കൃത്യമായും നതാൻസ് ആണവ നിലയം പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്.